അസുഖം ബാധിച്ച് ആശുപത്രിയിലായിരുന്നതിനാൽ രാജ്നാഥ് സിംഗ് ഇന്നലെ സഭയിലെത്തിയിരുന്നില്ല. ഭീകരവാദ വിരുദ്ധ ബില്ലിൽ ചർച്ച തുടങ്ങിയപ്പോൾ വളരെ വൈകിയാണെങ്കിലും അദ്ദേഹം മറുപടി പറയുമെന്നാണ് സഭാംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെയാണ് സിംഗിന് ബുദ്ധിമുട്ടായതിനാൽ പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിൽ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചത്. ഇത് പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുകയായിരുന്നു. അതേസമയം വർഗീയ കലാപ ബില്ലിന്മേൽ നടന്ന ചർച്ച ലോക്സഭയിൽ ഏറെ ഒച്ചപ്പാടുണ്ടാക്കി. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവിന്റെ പ്രസ്താവനയാണ് ഇന്നലെ ബഹളത്തിന് തുടക്കമിട്ടത്. മുസഫർ നഗറിലും സഹാറൻപൂരിലും നടന്നത് വർഗീയ കലാപങ്ങളല്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ബിജെപി നേതാവ് ആദിത്യനാഥ് യോഗി നടത്തിയ പ്രസ്താവനയെയും സിംഗ് അപലപിച്ചു. ആരോപണ പ്രത്യാരോപണങ്ങൾ സഭയിൽ ബഹളം വെക്കുന്നതിനിടെയാണ് ചർച്ച പൂർത്തിയായത്. രാജ്യസഭയിൽ വോട്ടിനിട്ട ന്യായാധിപ നിയമന കമ്മീഷൻ ബിൽ പാസാക്കാനായില്ലെങ്കിൽ സമ്മേളന കാലാവധി നീട്ടുമെന്ന് നേരത്തെ സൂചനകളുണ്ടായിരുന്നു. എന്നാൽ ബിൽ രാജ്യസഭ ശബ്ദവോട്ടോടെ അംഗീകരിക്കുകയായിരുന്നു. തുടർന്ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.